പത്തനംതിട്ട മാലക്കരയിൽ റൈഫിൾ ക്ലബിന്റെ ഷൂട്ടിംഗ് റേഞ്ച് നിർമ്മാണത്തിനിടെ കിടങ്ങ് തകർന്നു വീണ് 2 പേർ മരിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളായ ഗുഡ്കുമാർ, രത്തൻ മണ്ഡൽ എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന വിജയദാസ് എന്ന തൊഴിലാളി ഓടി രക്ഷപ്പെട്ടു. ഉച്ചയ്ക്ക് 2:30-ക്കാണ് അപകടം സംഭവിച്ചത്. ഷൂട്ടിംഗ് റേഞ്ചിന്റെ കിടങ്ങ് നിർമ്മാണത്തിൽ 3 തൊഴിലാളികളാണ് ഏർപ്പെട്ടിരുന്നത്. ബീഹാർ സ്വദേശി ഗുഡ്കുമാർ, ബംഗാൾ സ്വദേശി രത്തൻ മണ്ഡലം എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന വിജയദാസ് എന്ന തൊഴിലാളി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഓടിപ്പോയ സമയത്തിൽ 1 മിനിറ്റ് ആയില്ല, പിന്നെ ഭിത്തി മൊത്തം ഇടിച്ച്. അതൊക്കെ അകത്ത് 2 പേര് ഓടിപ്പോയി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അപകട സ്ഥലത്തെത്തുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. മണ്ണിടിഞ്ഞ് അവിടെ കെട്ടിയിരുന്ന ഇഷ്ടികകൾ, സിമന്റ് കട്ടകളാണ് അതുൾപ്പെടെ ഇടിഞ്ഞു വീണ് അവരുടെ മുകളിലേക്ക് വീണാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള, ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഇത് ഒരാളുടെ ID കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇവർ താമസിക്കുന്ന ഇടത്തു നിന്നും അവിടെ നിന്ന് മറ്റ് ID കാർഡ് ഉൾപ്പെടെ അതിൻ്റെ കോപ്പിയോ അത് ശേഖരിച്ച് ബന്ധുക്കളെ വിവരം അറിയിക്കുന്നതിനാണ് ശ്രമിക്കുന്നത്. പോലീസിൻ്റെ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാൻ ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരിച്ച 2 തൊഴിലാളികളുടെയും മൃതദേഹങ്ങൾ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.